സോ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ട്രേഡ് ജേർണലിംഗ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ മെയിനായിട്ട് എന്താണ് ട്രേഡ് ജേർണലിംഗ് ആൻഡ് എന്തുകൊണ്ട് നമ്മൾ ട്രേഡ്സ് ജേർണൽ ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ഫ്രീ ജേർണൽ ടെംപ്ലേറ്റ് കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ എൻ്റെ ഒരു കണ്ടോളൂ ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ എന്താണ് ട്രേഡ് ജേർണലിംഗ്? സോ ട്രേഡ് ജേർണലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ജേർണലിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എവറി ട്രേഡ് യു ടേക്ക് സോ യു ക്യാൻ റിവ്യൂ അനലൈസ് ആൻഡ് ഇംപ്രൂവ് യുവർ പെർഫോമൻസ് ഓവർ ടൈം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ എടുക്കുന്ന ട്രേഡ്സൊക്കെ നമ്മൾ ഒരു ഡാറ്റ ആയിട്ട് സേവ് ചെയ്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ എവിടെ നമ്മൾ എൻട്രി എടുത്തു, ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യണത്, ഏത് സെഷൻ്റെ അകത്താണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്, ആ ഒരു ട്രേഡിൻ്റെ ഔട്ട്കം എന്തായിരുന്നു, എത്രയാണ് അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ അകത്ത് ലോസ് വന്നിട്ടുള്ളത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊരു ജേണലായിട്ട്. ഓക്കെ, സോ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് നമുക്ക് ഫിസിക്കലായിട്ടൊരു പേപ്പർ ആൻഡ് പെൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് മീൻസ് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മീൻസ് ഒരു ചാനൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു വീക്ക് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മന്ത് എൻഡിലൊക്കെ നമുക്കത് റിവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പാറ്റേൺസ് കാണാൻ പറ്റും. ഓക്കെ, എവിടെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത്, ഓക്കെ, എവിടെയാണ് നമുക്ക് മിസ്റ്റേക്സ് വന്നിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു പുതിയൊരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതിൻ്റെ വിൻ റേറ്റ് എത്രയാണ്, ഓക്കെ, ഇപ്പോൾ എത്ര ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എത്ര ട്രേഡ് ലോസ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡാറ്റാസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ജേർണൽ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഓവർ ടൈം നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, ഓക്കെ, എന്തൊക്കെ മിസ്റ്റേക്ക് ഇമ്പ്രൂവ് ചെയ്താലായിരിക്കും അല്ലെങ്കിൽ കറക്റ്റ് ചെയ്താലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആകാൻ പറ്റണത്, അതൊക്കെ ഈ ജേണൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇമ്പോർട്ടൻസ് ഓഫ് ജേർണലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഷോസ് വാട്ട് വർക്ക്സ് ആൻഡ് വാട്ട് ഡസിൻറ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഓവർ ടൈം നമ്മളത് യൂസ് ചെയ്യണം. ഓക്കെ, ഒരു 2 to 3 months യൂസ് ചെയ്തു നമ്മളത് കറക്റ്റായിട്ട് ജേർണൽ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഡാറ്റ ഉണ്ട്. ഓക്കെ, സോ എത്ര ട്രേഡ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് എത്ര ട്രേഡ്സ് വിൻ ആയിട്ടുണ്ട്, എത്ര ട്രേഡ് ലോസ് ആയിട്ടുണ്ട്, എത്ര ട്രേഡ് ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്, സോ അതിൻ്റെ വിൻ റേറ്റ് എത്രയാണ്, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, നമ്മൾ കൺവിൻസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അത് വർക്ക് ചെയ്യാത്തൊരു സ്ട്രാറ്റജി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു സ്ട്രാറ്റജിയിലോട്ട് പോകാം. സോ പിന്നെ പറഞ്ഞത് റെഡ്യൂസസ് ഇമോഷണൽ ട്രേഡിങ്. സോ ഓക്കെ, മേക്സ് യു അവെയർ ഓഫ് ഫോമോ റിവെഞ്ച് ട്രേഡ്സ് ആൻഡ് ഓവർ ട്രേഡിങ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഓവർ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഫോമോ കൊണ്ട് ഒരു ട്രേഡിൽ എൻ്റർ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ചാനൽ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓവർ ടൈം നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ പിന്നെ ഈ പറഞ്ഞ പോലെ ഇംപ്രൂവ്സ് കൺസിസ്റ്റൻസി, ഫോഴ്സസ് യു ടു ഫോളോ റൂൾസ് ഇൻസ്റ്റെഡ് ഓഫ് റാൻഡം എക്സിക്യൂഷൻ. അതായത് നമ്മൾ ജേണൽ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിലുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ട്രേഡ് നമ്മൾ ജേണൽ ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചില സമയത്ത് നമ്മൾ ട്രേഡ്സ് ഫോഴ്സ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഫോഴ്സ് ചെയ്യുന്ന ട്രേഡൊക്കെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജേണൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. And പിന്നെ ടേൺസ് ലോസസ് ഇൻ ടു ലെസൺസ്. അതായത് നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, നമ്മൾ എന്താണ് ആ ഒരു ട്രേഡിൽ മോശമായിട്ട് കാണിച്ചിട്ടുള്ളത്, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ജേണൽ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ പറഞ്ഞത് എസെൻഷ്യൽ ഫോർ ലോങ് ടേം ഗ്രോത്ത് ആൻഡ് ഫണ്ടഡ് അക്കൗണ്ട്സ്. അതുപോലെ നമ്മുടെ ആ ഒരു സ്ട്രാറ്റജിയുടെ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, ഓക്കെ, നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട്, ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഏതാണ് നമ്മുടെ ഗുഡ് സൈഡ്, ഓക്കെ, ഏതാണ് നമ്മുടെ ബാഡ് സൈഡ്, എവിടെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പം ഞാനിവിടെ ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം നോഷനാണ്. ഓക്കെ, നോഷൻ എങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓൾറെഡി ഞാനിവിടെ ഒരു ട്രേഡിംഗ് ജേണൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഈ ഒരു സാധനം നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ എൻ്റെ ജേണലിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. സോ ഫസ്റ്റ് വൺ, ഡേറ്റ്. ഓക്കെ, ഏത് ദിവസമാണ് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു റാൻഡമായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. മീൻസ് റാൻഡം എൻട്രി കൊടുത്താണ്. ഞാൻ ഈ 2026 ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡേറ്റ്. ഓക്കെ, ഏത് ദിവസമാണ് ആ ഒരു എക്സിക്യൂഷൻ പറഞ്ഞത്. സോ സെക്കൻഡ് ഞാൻ ആഡ് ചെയ്യണത് പെയറാണ്. ഓക്കെ, ഏത് പെയറിലാണ് ട്രേഡ് ചെയ്യണത്. പിന്നെ പറഞ്ഞത് സെഷൻ. ഓക്കെ, ഏത് സെഷൻ്റെ അകത്താണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലണ്ടനാണോ ന്യൂയോർക്ക് ആണോ, ആ ഒരു കാര്യങ്ങൾ. അതിൻ്റെ അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് ബയാസ്. സോ ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ മീൻ ചെയ്യണത്, എൻ്റെ ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഡയറക്ഷൻ അതാണ് ഞാനിവിടെ ബയാസ് വെച്ചിട്ട് മീൻ ചെയ്യുന്നത്. അല്ലാണ്ട് ഓവറോൾ ഹൈ ടൈം ഫ്രെയിം ബയാസും അതൊന്നുമല്ല. ഞാൻ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഡയറക്ഷനാണ് ഞാനിവിടെ ബയാസ് എന്ന് വെച്ചിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ പിന്നെ പറഞ്ഞത് ഔട്ട്കം. ആ ഒരു ട്രേഡ് എന്തായിരുന്നു, വിന്നായിരുന്നോ, ലോസ് ആയിരുന്നു, ബ്രേക്ക് ഈവൻ ആയിരുന്നു, ആ ഒരു കാര്യം. സോ പിന്നെ വരുന്നത് P&L, അതായത് ആ ഒരു ട്രേഡിൽ എത്രയാണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എത്രയാണ് ലോസ് വന്നിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ട്രേഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്. സോ പിന്നെ ഈ പറഞ്ഞ പോലെ അക്കൗണ്ട്, ഓക്കെ, ഏത് അക്കൗണ്ടിലാണ് നമ്മൾ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക, അതായത് ഫണ്ട് അക്കൗണ്ടിലാണോ, ബ്രോക്കർ അക്കൗണ്ടിലാണോ, ലൈവ് അക്കൗണ്ടിലാണോ, ചലഞ്ച് അക്കൗണ്ടിലാണോ, ആ ഒരു കാര്യം. ഇതിനകത്ത് എങ്ങനെ എൻ്റർ ചെയ്യുന്നത് ഞാൻ പറയാം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഡേറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 2-ാം തീയതി ഡേറ്റ് സെലക്ട് ചെയ്തു. പിന്നെ വന്നിട്ട് പെയർ, ഏത് പെയറിലാണ് നമ്മൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഞാൻ 2 പെയർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, EUR/USD അതുപോലെ തന്നെ ഗോൾഡ്. ഓക്കെ, ഈ 2 പേഴ്സിൽ മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ EUR/USD സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ EUR/USD വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ EUR/USD ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും ഇല്ലാത്ത പെയറിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ എനിക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ USD/JPY ട്രേഡ് ചെയ്യുന്നത് വിചാരിച്ചോളൂ. ഓക്കെ, ജസ്റ്റ് ഇവിടെ വരാം, USD/JPY എന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, USD/JPY. പിന്നെ ഇവിടെ സെഷൻസ് കാണാം. ഓക്കെ, സെഷൻസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഞാനൊരു 4 സെഷൻസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലണ്ടൻ 1, ലണ്ടൻ 2, ന്യൂയോർക്ക് 1, ന്യൂയോർക്ക് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ മാക്രോസ് ആണ് മെയിൻ ചെയ്യണത്. സോ കാരണം ഞാൻ മാക്രോസിൻ്റെ അകത്ത് മാത്രമാണ് ട്രേഡ് ചെയ്യണത്. ഇപ്പോൾ LN1, ലണ്ടൻ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടൻ്റെ അകത്തുള്ള ഫസ്റ്റ് മാക്രോ, ലണ്ടൻ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടൻ സെഷൻ്റെ അകത്തുള്ള സെക്കൻഡ് മാക്രോ, ന്യൂയോർക്ക് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്ക് സെഷൻ്റെ അകത്തുള്ള ഫസ്റ്റ് മാക്രോ, ന്യൂയോർക്ക് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്ക് സെഷൻ്റെ അകത്തുള്ള സെക്കൻഡ് മാക്രോ. ഓക്കെ, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. ഞാൻ ലണ്ടൻ സെക്കൻഡ് മാക്രോ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ലണ്ടൻ കിൽ സോൺ ആണ് നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചോ, എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് ജസ്റ്റ് ലണ്ടൻ കിൽ സോൺ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഇനി നിങ്ങൾ ആ ഒരു സെഷൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാൻ പേഴ്സണലി ഈ ഒരു 4 മാക്രോസിൻ്റെ അകത്ത് മാത്രമാണ് ട്രേഡ് ചെയ്യണത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് മാത്രം ഇവിടെ ആഡ് ചെയ്ത് വെക്കുവാണ്. അതുപോലെ തന്നെ ഞാൻ ട്രേഡ് ചെയ്യുന്ന പേര് ജസ്റ്റ് EUR/USD, എൻ്റെ ഗോൾഡാണ്, USD/JPY ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഏത് പേഴ്സിലാണ് ട്രേഡ് ചെയ്യുന്നത് ആ ഒരു പേഴ്സ് എനിക്ക് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ പിന്നെ വന്നിട്ട് ബയാസ്. സോ ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഏത് ഡയറക്ഷനിലോട്ടാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ബുള്ളിഷ് ആണോ, ബെയറിഷ് ആണോ. അപ്പോൾ ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ് കൊടുക്കുക. ആൻഡ് അതുപോലെ തന്നെ നെക്സ്റ്റ് അതിൻ്റെ ഔട്ട്കം, അത് വിന്നായിരുന്നോ, ലോസ് ആയിരുന്നോ, ബ്രേക്ക് ഈവൻ ആയിരുന്നോ. ഓക്കെ, ഇപ്പം ഞാനൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ എനിക്ക് 3 ഔട്ട്കംസ് ഉണ്ടാവും. ഓക്കെ, ഔട്ട് ഓഫ് 3 ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവും. ഒന്നിക്ക് വിന്നായിരിക്കും, അല്ലെങ്കിൽ ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ 3 ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ വന്നിട്ട് മീൻസ് അതിൻ്റെ ഔട്ട്കം എന്താണോ അതിവിടെ വന്നിട്ട് സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ വിൻ ആണെങ്കിൽ വിൻ സെലക്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് P&L. ഓക്കെ, എത്രയാണോ നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു $1000 ആണെങ്കിൽ +$1000 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ട് അവിടെ P&L നമുക്ക് കാണാം. പിന്നെ ഉദ്ദേശിക്കുന്നത് സ്ക്രീൻഷോട്ട്. സ്ക്രീൻഷോട്ട് എങ്ങനെ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് വ്യൂ ഉണ്ടല്ലോ. സോ ട്രേഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ ഒരു ബൈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ആണ്, ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരുന്നു, നമ്മൾ ടാർഗറ്റ് വെച്ച് ഇവിടെ ആയിരുന്നു. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ എക്സിക്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യണത്. ഇവിടെയാണ് എൻട്രി എടുത്തത്, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചത്, എവിടെയാണ് ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ച്, ഈ ഒരു കാര്യങ്ങൾ കാണും. നമുക്ക് ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേക്ക് എ സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ഇമേജ് ഉണ്ട്, കോപ്പി ലിങ്ക് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് കോപ്പി ലിങ്ക് കൊടുക്കുക. സോ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നേരെ ഈ ഒരു സ്ക്രീൻഷോട്ടിൽ വന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ലിങ്ക് ആ ഒരു സ്ക്രീൻഷോട്ട് സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു ട്രേഡിൻ്റെ എക്സിക്യൂഷൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ ആ ഒരു ലിങ്കിലോട്ട് പോകും. ആ ഒരു ട്രേഡിൻ്റെ എക്സിക്യൂഷൻ നമുക്ക് കാണാം. സോ പിന്നെ പറയുന്നത് അക്കൗണ്ട്. സോ അക്കൗണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ മീൻ ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ ഹെൽപ്പാരി, QT ചലഞ്ച് ഫേസ്, QT ലൈവ് ഫേസ്, ഫണ്ടിങ് വിപ്സ് ചലഞ്ച്, ഫണ്ടിങ് വിപ്സ് ലൈവ് അക്കൗണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ 5 ഇയേഴ്സ് ആണെങ്കിൽ ഒരു 5 ഇയേഴ്സ് ചലഞ്ച് ആണെങ്കിൽ C എന്ന് കൊടുക്കുക.
ആഡ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഫൈവേഴ്സിൻ്റെ ലൈവ് അക്കൗണ്ട് ആണെങ്കിൽ ഫൈവേഴ്സ് എൽ കൊടുക്കുക, ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, ഏത് അക്കൗണ്ടാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ആ ഒരു എക്സിക്യൂഷൻ കാണാൻ പറ്റും. ഓക്കെ, ഏത് ദിവസമാണ് എടുത്തുള്ളത്, ഏത് പെയറിലാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഏത് സെഷൻ്റെ അകത്താണ്, നമ്മുടെ ബയേഴ്സ് എന്തായിരുന്നു, ആൻഡ് ആ ഒരു ട്രേഡിൻ്റെ ഔട്ട്കം എന്തായിരുന്നു, എത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വന്നിട്ടുള്ളത്, ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ട്, എൻ്റെ ഏത് അക്കൗണ്ടിലാണ് നമ്മൾ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ടേബിൾ വ്യൂ ഉണ്ട്, കലണ്ടർ വ്യൂ ഉണ്ട്. സോ കലണ്ടർ വ്യൂയിലോട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ നമുക്ക് കാണാം. ഓക്കെ, അതായത് ഏത് ദിവസമാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്, എന്തായിരുന്നു അതിൻ്റെ ഔട്ട്കം, എന്തായിരുന്നു അതിനകത്ത് എത്രയാണ് പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടിയിട്ടുള്ളത്, ആ ഒരു കാര്യം. ഇവിടെ നമുക്ക് ഈ ഒരു വ്യൂയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ഫുൾ പേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് യൂറോ യു എസ് ഡി കാണാൻ പറ്റും. ഇതെന്തോ സംതിങ് എററാണ്. സോ ഇവിടെ വന്നിട്ട് അത് സെറ്റ് ചെയ്യാം. ഒരു മിനിറ്റ്, ഇവിടെ എന്തൊക്കെ കാണണം എന്നുള്ള കാര്യം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അത് ഞാൻ എന്തായാലും സെറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അത് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് യൂറോ യു എസ് ഡി കാണാൻ പറ്റും, പിന്നെ അതിൻ്റെ വിന്നാണോ ലോസ് ആണോ, അതിൻ്റെ എത്രയാണ് പ്രോഫിറ്റ് ഓർ ലോസ് വന്നിട്ടുള്ളത്. അത് ഈ ഒരു കലണ്ടർ വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ടേബിൾ വ്യൂ ഉണ്ട്, ടേബിൾ വ്യൂ ആകുമ്പോൾ ഒരു ലിസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ കലണ്ടറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇനി ഫോളോ ചെയ്യാൻ പോകണ ഒരു ജേണൽ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഇതേപോലെ കോപ്പി ചെയ്യാം. ഓക്കെ, ഇതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് എനിക്ക് കോപ്പി ചെയ്തിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തോട്ട് കൊടുത്തേക്കാം. സോ ഇതാണ് അതിൻ്റെ ലിങ്ക്. ഓക്കെ, ഞാൻ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ്റെ അകത്തോട്ട് കൊടുത്തേക്കാം. സോ ആ ലിങ്കിലോട്ട് നിങ്ങൾ പോണതിന് മുന്നേ ചെയ്യേണ്ടത് നോഷൻ്റെ അകത്ത് സൈൻ അപ്പ് ചെയ്യണം. ഓക്കെ, അതായത് ജസ്റ്റ് ഗൂഗിളിലോട്ട് വരാം, ഗൂഗിളിലോട്ട് വന്നിട്ട് ജസ്റ്റ് നോഷൻ ഒന്ന് സെർച്ച് ചെയ്യാം. സോ ഇതാണ് നോഷൻ, ദ എ വർക്ക് സ്പേസ് ദാറ്റ് വർക്ക്സ് ഫോർ യു എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ നിങ്ങൾക്ക് കാണാം. സോ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. പിന്നെ ചെയ്യേണ്ടത് ഇവിടെ ലോഗിൻ ഉണ്ട്, ഗെറ്റ് നോഷൻ ഫ്രീ ഉണ്ട്. സോ ഫ്രീ ടൂളാണ്, ഇതിൻ്റെ പെയ്ഡ് വേർഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് ഫ്രീ വേർഷൻ മതി. ഗെറ്റ് നോഷൻ ഫ്രീ കൊടുക്കുക, ക്ലിക്ക് ചെയ്യാം. സോ അപ്പോൾ നോഷൻ്റെ ഇൻ്റർഫേസിൽ ഗെറ്റ് നോഷൻ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലോട്ടായിരിക്കും നമ്മൾ പോണത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ സൈൻ അപ്പ് ചെയ്യണം. നമുക്കിവിടെ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്. സോ ഒരുപാട് ഓപ്ഷൻസ് കാണും. ഞാനിവിടെ ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കുവാണ്. സോ ഗൂഗിൾ അക്കൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾ ഏത് അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത് അതെന്ത് ചെയ്യുക, അതിവിടെ വന്നിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ആ ഒരു അക്കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മുടെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരെ നോഷൻ ഇൻ്റർഫേസിലോട്ടായിരിക്കും പോണത്. അവിടെ നിങ്ങൾ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. സോ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ എന്തിനാണ് നോഷൻ യൂസ് ചെയ്യണത്, ആ ഒരു കാര്യങ്ങളൊക്കെ. സോ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഈ ഒരു പേജിലോട്ടായിരിക്കും നമ്മൾ വരണത്. ഇവിടെ പ്രൈവറ്റ് കാണാം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെർച്ച്, ഹോം, മീറ്റിംഗ്സ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഓക്കെ, ഇവിടെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഏരിയ കാണാം. ഓക്കെ, ഇവിടെ ന്യൂ പേജിലോട്ട് വരാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഈ ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു ജേണൽ ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ലിങ്കിലോട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുള്ള ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റണം. അതായത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ ഇൻ്റർഫേസ് ആയിരിക്കും നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ നമുക്ക് എന്ത് കാണാം, ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബട്ടൺ ഉണ്ട്. ഓക്കെ, ഗെറ്റ് നോഷൻ ഫ്രീ കാണാം. ആൻഡ് അതിൻ്റെ ഒക്കെ ലെഫ്റ്റിലായിട്ട് ഈ 3 ഡോട്ട്സിൻ്റെ ലെഫ്റ്റിലായിട്ട് ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബട്ടൺ കാണാം. സോ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം വുഡ് യു ലൈക്ക് ടു ആഡ് ലിസ്റ്റ് ഓഫ് വ്യൂ കാണാം. സോ വർക്ക് സ്പേസ് അത് ആഡ് ടു പ്രൈവറ്റ് കൊടുക്കുക. സോ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രൈവറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിസ്റ്റ് ഓവർ വ്യൂ കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ട്രേഡിംഗ് ജേണൽ ഇവിടെ എന്തായിട്ടുണ്ട്, ഈ ഒരു ട്രേഡിംഗ് ജേണൽ ഇവിടെ എന്താ പറയുക, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ലിസ്റ്റ് ഓവർ വ്യൂ അല്ല, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ പേര് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മുടെ ട്രേഡിംഗ് ജേണൽ എന്ന് കൊടുക്കുക, ട്രേഡിംഗ് ജേണൽ.
ഓക്കെ, ട്രേഡിംഗ് ജേണൽ കൊടുക്കുക. ഇവിടെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. സോ ഇവിടുത്തെ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മളിത് ഫ്രഷ് ആയിട്ട് വെക്കാം. ആൻഡ് പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഇമേജ് ആഡ് ചെയ്യണം, കവർ ഇമേജ് ആഡ് ചെയ്യണം, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ചൊന്നും ഇമേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ കുറച്ച് മനയാക്കി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. കവർ ഇമേജും കാര്യങ്ങൾ, ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ കലണ്ടർ വ്യൂ നിങ്ങൾക്കുണ്ട്, ടേബിൾ വ്യൂ ഉണ്ട്. സോ ഇവിടെ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ് സെലക്ട് ചെയ്യുക, പിന്നെ ഏത് പെയറിലാണ് ട്രേഡ് ചെയ്യണത് അത് സെലക്ട് ചെയ്യുക, പിന്നെ സെഷൻ സെലക്ട് ചെയ്യുക, പിന്നെ നമ്മുടെ ബയാസ് എന്തായിരുന്നു അത് സെലക്ട് ചെയ്യുക, ആൻഡ് പിന്നെ അതിൻ്റെ ഔട്ട്കം എന്തായിരുന്നു, വിന്നാണോ ലോസ് ആണോ ബ്രേക്ക് ഈവൻ ആണോ, പിന്നെ നമ്മുടെ P&L. ഓക്കെ, സോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ട്. സോ സ്ക്രീൻഷോട്ട് എടുക്കാൻ സിമ്പിളാണ്. ട്രേഡിംഗ് വ്യൂലോട്ട് വരാം. ഓക്കെ, ഇവിടെ ഒരു ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലിങ്ക് കൊടുക്കുക, നേരെ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. അതിന് ശേഷം അക്കൗണ്ടിൽ വന്നിട്ട് ഏത് അക്കൗണ്ടിലാണോ നമ്മൾ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതവിടെ സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ ട്രേഡും 1 ബൈ 1 ആയിട്ട് ജേണൽ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഒരു കലണ്ടർ വ്യൂയിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു കലണ്ടർ വ്യൂയിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ അവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു നോഷൻ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാൻ പറ്റണത്. സോ ഫ്രീ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാം. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ.